ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഒഴിവാക്കുക. വഴിവിട്ട ജീവിതങ്ങളിൽ നിന്ന് തലയൂരുക. ലൈനും അറ്റാച്ച്മെന്റും ഖണ്ഡിച്ചു കളയുക. മൊബൈൽ ഫോണിലെ അബദ്ധസഞ്ചാരങ്ങൾ അവസാനിപ്പിക്കുക. സെക്സും ബ്ലൂ ഫിലിമും സിനിമയും കാണൽ നിർത്തുക. ജീവിതത്തിൽ എവിടെയൊക്കെയോ ഓളം തല്ലി, എവിടെയൊക്കെയോ വഴിവിട്ട ജീവിതം ജീവിക്കുന്നുണ്ടോ, ഈ സഭയിൽ നിന്ന് മക്കളെ നിങ്ങൾ തീരുമാനമെടുക്കണം, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിന്നോളാം. കാരണം ഒഴിഞ്ഞു നിൽക്കാതെ ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഈമാനില്ലാതെ മരിച്ചു പോകും എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെവിടെ ഉണ്ടായിരുന്നു ഒരു ക്യാമ്പസ് അസംബ്ലി. അവിടെ പല വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. പക്ഷേ ഇതൊന്നും അവര് പറഞ്ഞില്ല എന്ന് നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ ആരും പരാതിപ്പെടണ്ട. നമ്മളൊക്കെ മനസ്സിലാക്കിയതിന്റെ ഒരുപാട് അപ്പുറത്താണ് കാര്യം. നമ്മളൊക്കെ ചിന്തിച്ചതിന്റെ ഒരുപാട് അപ്പുറത്താണ് കാര്യം. നമ്മൾ വിചാരിച്ചത് 5ാം തരം വരെ മദ്രസിൽ പോവുകയും ഇടയ്ക്കൊക്കെ ഒന്ന് നിസ്കരിക്കുകയും പിന്നെ എന്തൊക്കെ ആയാലും നമ്മൾ വള്ളിക്കാട്ടിക്കന്നല്ലേ ഏതായാലും കൊണ്ടേ വെക്കുക, അഥവാ ശിക്ഷ ഉണ്ടെങ്കിലും കഴിഞ്ഞാൽ കയറുമല്ലോ, അവസാനം സ്വർഗത്ത് പോകാലോ എന്ന് മിനിമം മനസ്സിലാക്കി വെച്ചവരാണ് വലിയ ഒരു സമൂഹം. പക്ഷേ അപകടം വളരെ വലുതാണ്. മുസ്ലിം പേരുള്ളവർ മരിക്കുമ്പോൾ അവരെല്ലാവരും മുസ്ലിങ്ങളായിട്ടല്ല മരിക്കുന്നത്. മുഅ്മിനായി മരിക്കുന്നവർ എല്ലീ ലോകത്താണ് സംഗമിക്കുക.